ഒരു കുപ്പി അന്തി. ആൺകുട്ടി വന്നിരിക്കുന്നു. ആരുടെ അടുത്ത്? രാജമ്മയുടെ അടുത്ത്. അവൾ ആരാ മോള്? അവളൊരാട്ടാട്ടിട്ട് അവന്റെ കണ്ണും തല ചുറ്റിപ്പോ ഉണ്ടാവും. കളിക്കാൻ കണ്ടൊരു പെണ്ണേ. നമ്മുടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. സണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കൊച്ചുവർക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല. എന്നിട്ടല്ലേ എങ്ങാണ്ടോന്ന് വന്ന ഒരു പീറ അവളെ നിലയ്ക്ക് നിർത്താൻ പോണേ. മൂക്കിന് താഴെ രോമം കളിച്ചുകൊണ്ട് മാത്രം ആണാവൂല, ചങ്കൂറ്റം വേണം. ചന്ദ്രൻ അതുണ്ടോന്ന് കാണിച്ചു തരാം. കത്തി താഴെ ഇടാൻ. ആണെന്ന് വാരി പിടിച്ചാ തളർന്നു പോകുന്ന പെണ്ണാടി നീ. വെളച്ചിൽ എന്റെ അടുത്ത് വേണ്ട. ഏതായാലും അവൻ ചുണക്കുട്ടിയാ. അത് പിന്നെ വടക്കനല്ലേ, അഭ്യാസവും മയക്കുമന്ത്രവും ഒക്കെ പഠിച്ചവനാന്നാ പറയുന്നത്. തന്നോട് ആരാ പറഞ്ഞേ? വെറുതെ വായി തോന്നി പറയാ. അഭ്യാസി. എന്റെ ഒരു കൈ തടുക്കാൻ അവനെ കൊണ്ടാവൂ? ഇത് അഭ്യാസിക്ക് പൊണ്ണത്തടി വേണമെന്നില്ല. തടിയും പൊക്കവും കാഴ്ചക്കേ കൊള്ളൂ. ഇതൊക്കെ ഒരു മരുങ്ങ. ആരോഗ്യത്തിൽ അവള് മോശമാണോ? 10-100 വെട്ടുവെട്ടിയില്ല അവള്. ഒരൊറ്റ ഒന്നും ദേഹത്ത് കൊണ്ടില്ല. അഭ്യാസി അല്ലെങ്കിൽ അത് പറ്റുമോ? താൻ കണ്ടോ? ഞാൻ കാണില്ല. എന്നാ കണ്ടിട്ട് പറയടാ നാറി. ഏതാണ്ട് പൊട്ടം മറ്റേ. ഇത് നല്ല കൂത്ത്. അതിന് ഇവനെന്തിനാ ഇങ്ങനെ തുള്ളി കളിക്കണ്? ഇപ്പൊ എല്ലാ കാര്യം കണ്ടിട്ട് പറയാൻ പറ്റുമോ? ദൈവത്തിനെ കണ്ടിട്ടാ നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അല്ലേ? കാണിച്ച ഒരു വീക്കാലുണ്ടല്ലോ. കവള് മുറിഞ്ഞു. ചോര. ദുഷ്ടൻ. പാമ്പ് അടിക്കൂ അവന്. നോക്കിക്കോ, കാല് പാമ്പ് കൊത്തി വലിക്കും. അത് കഴിഞ്ഞില്ലേ ചേച്ചി? ചോറുണ്ട് കിടക്കാൻ നോക്ക്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുത്തനും ധൈര്യം ഉണ്ടായില്ല. മീശയും പിരിച്ചു വെച്ച് നടക്കുന്ന കുറെ നാറികളുണ്ടല്ലോ ഇവിടെ. എന്താന്ന് അന്വേഷിക്കാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല. പിന്നെ നാട്ടുകാർക്ക് പതിനല്ലേ നേരം. ആരാ? ഞാനാ. എന്താ വേണ്ടേ? നിങ്ങളൊക്കെ ആണുങ്ങളാന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. പരുത്തൻ ഒരുത്തം വന്ന് ചട്ടമ്പിത്തരം കാണിച്ചിട്ട് ചോദിക്കാൻ ഒരു പട്ടി ഉണ്ടായോ നാട്ടില്? നാട്ടുകാരാണുങ്ങളുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാ നീ ആ വഞ്ചിക്കാരൻ മാപ്പിളക്ക്. പോട്ടെ. നിനക്കൊരു വീഴ്ച വരുമ്പോ ഈ വേലായുധനൊക്കെ തന്നെ കാണൂ. അത് മനസ്സിലാക്കിയാ മതി. ഇത്രയും കാലം അവനിവിടെ വിലസി. ഇനി നടക്കില്ല, ഞാൻ ഉറപ്പിച്ചു. നീ ഒന്ന് മിണ്ടിയാ മതി. കൊല്ലണോ?
അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതിയോ? എന്റെ കരണത്ത് വീണ് അവന്റെ കൈയിനി പൊങ്ങരുത്. നടത്തിച്ചു വന്നാൽ 100ന്റെ പിടയ്ക്കുന്ന ഒരു നോട്ട്. എനിക്ക് നിന്റെ നോട്ടൊന്നും വേണ്ട. മണലുകടവിൽ ശവം പോകുന്നത് പുതുമയൊന്നുമല്ല. വേലായുധന് അതിനൊന്നും ഒരു പേടിയും ഇല്ല. വൈകാഞ്ഞ് നീ അത് കാണും. അന്ന് ഞാൻ വരും. നീ ഒന്ന് സൽക്കരിച്ചാ മതി. സംഗതി ഏറ്റിട്ടുണ്ട്, അത് ഉറപ്പാ. എന്നെ മനസ്സിലായിട്ടൊന്നുമില്ല. ഏതായാലും വേണ്ടിയിരുന്നില്ല. വെറുതെ ഒരു പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? അതാരും അറിയണ്ടെന്ന് രാജമ്മ പറഞ്ഞു. ഒറ്റയ്ക്ക് തിന്നാമെന്ന് വിചാരിച്ചല്ലേ? അവന്റെ കയ്യിൽ നിന്നുള്ള മേടിച്ചോ? അല്ല, പേടിയൊന്നുമില്ല. പോലീസ് കേസാവുമെന്നാ സംശയം. ചത്താ പ്രശ്നമല്ല. ഞമ്മന് പറയട്ടോ, എത്ര കൊലപാതകം ചെയ്ത ആളാ. ചന്ദ്രു, നീ ഷാപ്പിലേക്ക് അറിയാം. ഷാപ്പിലേക്കാ വരൂ. തല വന്ന അവൻ്റെ അടുത്ത് വീഴുമെന്ന് വെച്ചല്ലേ? വെറുതെ വാച കളിക്കാം. അവിടെ പതുങ്ങിയില്ലടാ. അല്ല, കൈക്കെന്ത് പറ്റി? ഒരു ഉറുമ്പ് കടിച്ചതാ. ഉറുമ്പോ? ആ ഉറുമ്പ്. കുഞ്ഞപ്പ, നമ്മുടെ വേലാതിനെ ഇങ്ങോട്ട് വന്നു. എന്താ എന്തൊരു ഒന്നിഞ്ഞു വന്നേ. എന്തേ? വാ. നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ. ഏയ്, ഈ കൂലിക്ക് ഉണ്ടാക്കാൻ നടക്കുന്നത് ചെറ്റത്തര. ചെറ്റകൾക്ക് അതേ പറ്റൂ. ഈ കത്തി കൊണ്ടുള്ള കളി കൈവിട്ട കളിയാ. പ്രത്യേകിച്ച് കത്തി കയറ്. അതിന് ഇത്തിരി വൈഭവവും കരവിരുതും ഒക്കെ വേണം. ഞാൻ കാണിച്ചുതരാം. ചന്ദ്രുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ. ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചുള്ളെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ് നല്ലത്. മിടുക്കൻ. വീട് ഇഷ്ടായോ?
ഇന്ന് പണിയൊന്നും നടന്നില്ലല്ലേ? ഇല്ല. ചെലവ് പിടിച്ചോടുത്ത് നിൽക്കണില്ല. സാരല്ല, നാളെ തുടങ്ങാം. നിന്റെ തള്ളേന്തിയെ? അമ്മ കടയിൽ പോയേക്കുവാ. വരുമ്പോ കൊടുത്തേക്ക്. ഓട് നാളെ മറ്റന്നാളെ വരുമെന്ന് പറഞ്ഞേക്ക്. ഇരിക്കൂ, ചായ ഇടാം. വേണ്ട. ചന്ദ്രേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തിനാ പാവൻ രാജമ്മ ചേച്ചീനെ? ഓ, ഇവിടെ എത്തിയോ ന്യൂസ്? പാവം. സത്യമായിട്ടും അതെ, അവര് പാവാ. വർത്താനം പെരുമാറ്റവും ഒക്കെ കണ്ട ഭയങ്കരയാന്ന് തോന്നും, ചന്ദ്രേട്ടനെ പോലെ. പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ത് പറഞ്ഞാലും ചിരിക്കും. അച്ഛൻ്റെ പുന്നാര മോളായിരുന്നു. ഏതാശയം സാധിച്ചു കൊടുക്കും. അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്നറിഞ്ഞ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കോ? നാട്ടിൽ പോയി വന്നാലുടനെ രജിസ്റ്റർ ചെയ്തോളാന്ന് പറഞ്ഞു പോയതാ കരീം. പിന്നെ അയാൾ വന്നില്ല. അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത്. നോണ പറഞ്ഞതാ. പറഞ്ഞിട്ട് എന്താ കാര്യം? രാജമ്മ ചേച്ചിക്ക് ഒരു തെറ്റുപറ്റി. ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ. ജീവിച്ചിരിപ്പുണ്ടോന്ന് ആർക്കറിയാം? പിഴച്ചുണ്ടായതാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ കൊന്നാളല്ലേ? നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത? അത് ചാപ്പിള്ളയായിരുന്നു. ഇപ്പൊ ആ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജമ്മ ചേച്ചിയുടെ ഒക്കെ ആയിരുന്നു. 10-100 കൊടുത്ത് കൊച്ചുവർക്കി മുതലാളി എഴുതി വാങ്ങിയതാ. ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത്. ഞാൻ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോണില്ല. നാക്കിനെല്ലില്ല എന്ന് വെച്ച് പറയുന്നതിനൊരു ലൈസൻസ് വേണം. പെണ്ണുങ്ങൾ നിലത്ത് നിന്ന് വളരണം, അല്ലെങ്കിൽ ഇനിയും കൊള്ളുവോള് തല്ല്. മേടിക്കും അവന്റെ കയ്യിൽ നിന്ന്. ഇങ്ങ് വരട്ടെ. ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിങ്ങൾ നോക്കിക്കോ. ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും. ഇച്ചിരി ചൂടുവെള്ളത്തിന് തിളച്ച വെള്ളം കുറഞ്ഞ മോന്തയ്ക്കൊഴിക്കും. ചേച്ചിയേ. ആഹാ, നീയാ? എന്റെ അടിച്ചതിനകത്ത് കയറരുത്. എന്റെ പൊന്നു ചേച്ചി, ഒരു തെറ്റ് പറ്റിപ്പോയി. കള്ള് തലക്ക് കയറി പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി. അറിഞ്ഞോണ്ടല്ല. നിനക്ക് എന്റെ കൂടെ കിടക്കണം അല്ലടാ? അയ്യോ, മനസ്സാ വാഴാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ചേച്ചി എന്റെ അമ്മയെ പോലെയല്ലേ? ചേച്ചി എന്നെ ഇന്നലെ അറിയാൻ തുടങ്ങിയതല്ലോ. ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ? ചേച്ചി, ചേച്ചി, ഞാനൊരു സാധനം കൊണ്ടാ വന്നത്. ഇതാ വരാല്. ഇവിടെ വേണ്ട. അയ്യോ, അത് പറഞ്ഞാ പറ്റില്ല. ചേച്ചി ഇത് കറി വെക്കണം, എന്നിട്ട് അതും കൂട്ടി ഉച്ചയ്ക്ക് എനിക്ക് ചോറും തരണം. എന്നിട്ടോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഞാൻ നന്നാക്കി തരാ. ഇവൻ കൊച്ചുകൂട്ടന്റെ മോൻ തന്നെ. കാല് നക്കാനും കുതികാൽ വെട്ടാനും അച്ഛനേക്കാൾ കേമൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വീട് വയ്ക്കുമെന്നാ ഇന്നാളൊരാൾ കൈ നോക്കി പറഞ്ഞ. മോളെ, നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയോര് തിരിച്ചു വരുവോ? മോളെ, ആ സാമ്പാറിന്റെ കഷ്ണം നിർത്തി നോക്കും. ഇന്നെങ്കിലും 2 തരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചു ചോറ് കൊടുക്കണ്ടേ? ഇങ്ങനൊരു വൈഭവം എടുക്കില്ലാത്തൊരു പെണ്ണ്. ഇനി എന്നും ഇവിടുന്നുണ്ടാ മതി. നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടരിച്ചോറുണ്ട. ഇത്രയൂടെ ഇടട്ടെ.
വേണ്ട. വേണോന്ന് ചോദിക്കാണ്ട കിട്ടുകൊടറേ. ഉം. ഒരാണുണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വെക്കാനും വിളമ്പാനും ഒരു ഇതുള്ളു. അവിടെ ഇരുന്നോട്ടല്ല. ആ രമണി, ആ മെത്തപ്പായും തലോടെ നിറയത്തി ഇട്ടുകൊടുത്തേ. ഊണ് കഴിഞ്ഞാലൊന്ന് കിടക്കണം. വേണ്ട, എനിക്ക് പോണം. അത്താഴത്തിന് ഇങ്ങ് പോര്. ഇനിയിപ്പോ സൗകര്യമായില്ലോ. തണുപ്പത്ത് വണ്ടി കിടക്കണ്ട. ഞാൻ ഈ ഇറയത്തൊരു കട്ടിൽ മേടിച്ചിടാം. അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കം വരികയല്ല. പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ അങ്ങ് പോവും. എന്ന് ഉടനെ പോണമെന്നാ വിചാരിക്കുന്നേ. ഇവിടെ ഇത്തിരി കടമുണ്ട്, അത് തീർത്തിട്ട് വേണം. ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റിയെന്ന് വരില്ല. തോന്നിയ ഒരു പോക്കാ. കേട്ടില്ലേ, അവൻ പോവാന്ന്. പിന്നെ പോണ്ടേ? നാഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം? പെണ്ണുങ്ങളായാലേ കുറച്ച് പുത്തിയും പോതൊക്കെ വേണം. അതെങ്ങനെയാ? പൂങ്കണ്ണീര് തുറന്നല്ലേ സമയമില്ല. വെട്ടുകത്തിയും കോടാലിയൊന്നും എടുക്കണ്ട. കൂലിക്ക് തല്ലാൻ ആളെ വിടുമ്പോ മിടുക്കന്മാരെ വിടണം. കണ്ട ഊച്ചാളികളെയൊക്കെ വിട്ടാലുണ്ടല്ലോ, വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും. ഞാനാരെയും വിട്ടില്ല. വേണ്ട, എല്ലാം എനിക്കറിയാം. പിന്നെ ഞാൻ വണ്ടി കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ. ഇനി പല്ല് 32 താഴെ ഇടും. പെണ്ണിന്റെ സ്വഭാവം കുറേശ്ശെ പഠിച്ചു തുടങ്ങിയല്ലോ. പൂങ്കണ്ണീര്. ഇനി ഇവന്മാരെ കൂട്ടുപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. ഇന്നോ നാളെ ഞാനങ്ങ് പോവും. പിന്നെ ഇവറ്റയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാ പോവില്ല. നല്ലോണം ജീവിച്ചു പോകാൻ നോക്ക്. നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടൂന്ന ചിലരോടൊക്കെ വിചാരം. എന്താ? ഒന്നുമില്ല, നീ ഇതാ തീർത്തേച്ച്. വല്ലായ്മ വല്ലതും തോന്നണുണ്ടാ നിനക്ക്? ഇല്ല. പിന്നെന്താ നിനക്കൊരു ക്ഷീണം? എന്റെ ഭഗവതി, ഒരു ഏനക്കേടും വരുത്താതെ രണ്ടും രണ്ടിടത്താക്കി തരണേ. സണ്ണിച്ച, രാജമ്മ സമ്മതിക്കോ സണ്ണിച്ച? എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആ കടവിൽ എവിടെയെങ്കിലും നല്ലതാ. നിങ്ങൾ പേടിക്കാതിരിക്കുന്നു. ഞാനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞ രാജമ്മയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നോട് വാ. രാജമ്മേ, രാജമ്മേ, ചോ ഇവളുടെ ഒടുക്കത്തൊരു ഉറക്കം. രാജമ്മേ, എന്താ? നീ ആ വാതിലും തുറക്കുന്നു. നമ്മുടെ പാപ്പച്ചൻ ടൗണിൽ നിന്ന് കൊണ്ടുവന്നതാ. സൗകര്യമായിട്ടൊരു സ്ഥലം കിട്ടാണ്ട് വിഷമിക്കായിരുന്നു. നാളെ രാവിലെ തന്നെ കയറ്റി വിട്ടേക്കാം. നിങ്ങൾ ഇങ്ങനെ കയറി വന്ന്. എങ്ങോട്ടാ? നീ ആ വാതിലടഞ്ഞ് നിൽക്കാണ്ട് ഇച്ചിരി മിനിങ്ങാൻ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ടാ. ഇതെന്താ സത്രോ അല്ലെങ്കിൽ വേശ്യാലയോ? നിന്റെയൊക്കെ വീട്ടിൽ കൊണ്ട് കേട്ടടാ. ഞങ്ങൾ ഈ വരാന്തലെങ്ങനെ കുടിക്കണം. ഒരു ഈച്ച പോലും അറിയില്ല. സണ്ണിച്ചോ, നിന്റെ വീട്ടിലുണ്ടല്ലോ ഇഷ്ടം പോലെ സ്ഥലം, അവിടെ കൊണ്ടുപോ. അധികം പറയണ്ട, ഇത് സണ്ണിച്ചന്റെ സ്ഥലമാ. ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. കേറി വാടി. കേറി വാടാ ചുണയുള്ളവന്മാര്.
ഒരെണ്ണം മാനം മര്യാദയ്ക്ക് പോവില്ല. തണിച്ച നമുക്ക് പോവാം. പാടി. എടി ഞങ്ങളുടെയൊക്കെ കാരുണ്യത്തിലാ നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്, ഓർത്തോ? അയ്യ, അല്ലെങ്കിൽ നീയൊക്കെ എന്നെ മൂക്കിൽ വലിക്കും. എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്നവളാ രാജമ്മ. എല്ലാരെയും ശരിക്കറിയാം. പോയി പണി നോക്ക്. ഇപ്പൊ എന്തായി? സ്വന്തം നിന്നെ അടിക്കണ്ടേ? ഒഴിവേറി. എടീ, നിനക്കൊരാപത്ത് വന്നപ്പോ ഞാനേ ഉണ്ടായുള്ളൂ. ഇപ്പൊ നാലാളുടെ മുന്നിൽ വെച്ച് നീ എന്നെ കൊച്ചാക്കി. നീ ചെവിയിൽ വിളിക്കോ? ആ നുള്ളി. ചേച്ചി, മോന്തയ്ക്ക് വീക്കം ചേച്ചി ഉണ്ടെങ്കിൽ നാട്ടോട് ഇറങ്ങി പോയതാ. പോടാ. ചേച്ചി പൊളിയായിട്ട് കേൾക്കാതെ വാടാ. ഇറങ്ങി പോടാ. വിടടാ. വന്നിരിക്കുന്നവൻ പട്ടി തടിയൻ. ഇവനെയൊക്കെ ജീവനോടെ വെച്ചേക്കരുത്. കെട്ടിയ പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് കണ്ട തേവടിച്ച് പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്ന നാറികള്. നിന്നെ ഉണ്ടല്ലോ. നിന്നെ ഞാൻ- ചേച്ചി കൂടി വാ. തനിച്ച വിട. വിടടാ. വരാനാ പറഞ്ഞത് ഞാൻ. എന്നെ വിളി, പറയുന്നത് കേൾക്ക്. ഞാനിവിടെ വെച്ച് വിടടാ. ചേച്ചി എന്ത്? ശരിയാവില്ല. അവൻ പാടാൻ നേരത്ത് വന്നിരിക്കുന്നു. ഇനി മതിയാക്ക്. ചന്ദ്രു, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടാനില്ല. പക്ഷെ വേലായുധനെ കല്ലങ്ങ് താഴെട്ടേക്ക്. പെണ്ണുങ്ങളടുത്ത് വമ്പത്തനം കാണിക്കുന്ന മോശമല്ലേ വേലായുധ? അല്ലേ തണിച്ച? ഓ, നീ വലിയ ആളൊന്നും ആവണ്ട. നീ ഇവളുടെ അടുത്തല്ലേ ആണത്തം കാണിച്ചത്. ഞാനിങ്ങനെ പാത്തും പതുങ്ങി നിന്ന് കുഞ്ഞനം കുത്തുകയും കല്ലെടുത്തെറിയൊന്നുമല്ല ചെയ്തത്. കയ്യിൽ വെട്ടുകത്തിയും കൊണ്ട് നിൽക്കുമ്പോഴാ ചെകിട്ടത്തൊന്ന് കൊടുത്തത്. ചോദിച്ചു നോക്ക്. അത് നിങ്ങളെപ്പോലെ ഊളത്തൊരുവായിട്ട് വന്നിട്ടല്ല. തണ്ണിച്ചും പോവാൻ നോക്ക്. അതാ നല്ലത്. വാടാ. ചെല്ലടാ. അപ്പോ ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞ പോലെ ഒത്തോ? അനുഭവിച്ചോ? ഞാൻ അന്നേ പറഞ്ഞതാ. ആ എടാ കൊച്ചനെ, നിന്റെ ചേച്ചിക്ക് നല്ല അടിയുടെ കുറവാ. ഇപ്പൊ നിനക്കതല്ല. അല്ലെ പിടിച്ചൊരു മൂക്കേറിട്. നടന്നില്ലെന്നേ. ഞാൻ മുതലാളിനെ കാണാൻ ദേവസ്വം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചന്ദ്രുവിനെ കണ്ടറപ്പേലേ? അവിടെ ഉണ്ട്. ചന്ദ്രു, എത്ര ദിവസമായി നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിട്ട്? രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നു എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? കാര്യം എന്താന്ന് പറ. ഞങ്ങൾക്ക് ആരുമില്ല. ചന്ദ്രുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനല്ലടാവാ. മോങ്ങാതെ കാര്യം എന്താ വെച്ചാ പറതല്ലേ. കാശുവല്ലം വേണം. പിന്നില്ലാതെ ഞങ്ങൾക്ക് ആരാ തരാനുള്ളത്? ആ പെണ്ണാണെങ്കിൽ ദിവസം ചോറും കറി വെച്ച് കാത്തിരിക്കുക. കുമാര, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്ത്? എടി ശാന്തേ, നീ എന്നെ കണ്ടറിയില്ലേ? നിങ്ങളല്ല ഞങ്ങളെ കണ്ട അറിയാത്ത. ആഹാ. ഓ മോനെ, രാത്രി ചോറ് തിന്നാൻ വരണട്ടാ. ശരിക്കും അറിയൂ? ഓ, ആർക്കറിയണം? അകത്ത്. ആ, നിന്റെ സമയം. അകത്ത് 5 രൂപ. പുറത്തഞ്ച് രൂപ. അകത്ത് 5 രൂപയും കൂടി. എന്താ വച്ചു നോക്കുന്നോ? വേണ്ട. എന്താ കാശ് പോകുന്ന പേടിച്ചാ? പേടിച്ചിട്ടൊന്നുമല്ല. എന്ത് പേടിക്കാനാ? ഒരുപാട് കളിച്ച് കളഞ്ഞിട്ടുള്ളതാ. ഈ നാട്ടിൽ നിന്ന് തലവരി പോണേ കാശ് കുറേ വേണം. കളിച്ച് കളഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ നാടത്തരം അടുത്തോ? മടുത്തിട്ടൊന്നുമല്ല, പോണം. നിങ്ങളെ തിരക്കി ഒരാൾ വന്നിരിക്കുന്നു. ആരാ? എനിക്കറിയില്ല, ഞങ്ങളുടെ കടയിലിരിക്കുന്നുണ്ട്. ആരാ ചന്ദ്രു? വല്ല പെണ്ണുംകുട്ടിയും മറ്റോ ആണോ? ഇവിടെ ഉണ്ട്. ചേച്ചി, ചായയുടെ കാശ്.
വാപ്പയുടെ കഴിഞ്ഞപ്പോ മോനായോ? ഞാനങ്ങോട്ട് വരും. വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ തരും. ഞാൻ വന്നത് കാശ് ചോദിക്കാനല്ല. വാപ്പ മയ്യത്തായി. കഴിഞ്ഞ വെള്ളിയാഴ്ച. അത്താഴം കഴിച്ചിരിക്കായിരുന്നു. പെട്ടെന്നൊരു ഏമ്പക്കവും നെഞ്ചുവേദന ഉണ്ടായി. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ്. ഒന്നും അറിയിക്കായിരുന്നില്ല. പറ്റിയില്ല. വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം, പണമൊക്കെ തന്നിട്ട്. അതുണ്ടാവുമ്പോ മതി. മരിക്കണതിന് മുമ്പ് വാപ്പ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ചന്ദ്രുവിനെ ബുക്കും പേപ്പറും ഏൽപ്പിക്കണമെന്ന്. നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക്. പോട്ടെ. ആരാ മരിച്ചത്? കരയ്യ? എവിടെ പോണ്ടേ? ഒന്ന് വേഗം വാ, രമണിക്ക് ദണ്ണളകി. എന്ത് ദണ്ണം? നിങ്ങൾക്കറിയില്ലേ? ഞാനെങ്ങനെ അറിയാനാ? പേറ്റുനോവ്. ആ, അതിപ്പോ ഞാനെന്ത് വേണം? നാണിത്തള്ള പഠിച്ച പണി 18 നോക്കി, നടന്നില്ല. അവളെ ആശുപത്രി കൊണ്ടോണം. എനിക്ക് പറ്റുമൊന്നുമില്ല. പറ്റില്ലെന്നോ? പിന്നെ ആരാ കൊണ്ടുപോവാ? ദേ, കളിക്കാനുള്ള കാര്യമല്ല കേട്ടോ. ഒന്ന് വേഗം വണ്ടി കൊണ്ട് വാ, അല്ലെങ്കിൽ അവള് ചത്തുപോവും. ഓരോ നാശങ്ങൾ കേറ്. ആ, നിന്റെ അമ്മയെ ചൂടാനായിട്ട് ആ ചൂട്ടുകരകളടി. ഗുരുവായൂരപ്പ, ചന്ദ്രുവിനെ കാണാനില്ലല്ലോ. ആപത്തൊന്നും വരുത്തല്ലേ. ദേ, ചന്ദ്രു വരുന്നുണ്ട്. വേഗം മോളെ കൊണ്ട. മോളെ സൂക്ഷിച്ചു. മോനെ ചന്ദ്രു, വണ്ടി ഒന്ന് നിർത്ത്. അയ്യോ, എന്റെ കോഴിക്കൂട് അടച്ചില്ലല്ലോ. പട്ടി പൂച്ച എടുത്തിട്ട് മൂലല്ലാണ്ടി. എന്റെ ഭഗവതി, ആരുമില്ലാത്തവരാണേ, ഒന്നും വരുത്തല്ലേ. കൊച്ചമ്മ സമാധാനായിട്ടിരിക്കും, ഒന്നും വരില്ല. കുഴപ്പം വല്ലതും ഉണ്ടോ? കുഴപ്പമുണ്ടാക്കലല്ല ഞങ്ങളുടെ ജോലി. ദേഹി മരുന്ന് കൊണ്ടുവരണം. ഇപ്പൊ തന്നെ വേണോ? പിന്നെ എപ്പോഴാ? ഈ രാത്രി ഇത് എവിടെയാ കിട്ടുക? അത് ഞാനെങ്ങനെ അറിയാനാ? കിട്ടുന്നിടത്ത് കൊണ്ടുവരണം. ഇവിടെ ഒരു മൂശട്ട മൂന്ത.
ഏയ് ഏയ് എന്താടി ശല്യം? നിങ്ങൾ ആള് കൊള്ളാലോ. അവിടെ ഒരു പെണ്ണ് ചക്രശ്വാസം വലിക്കുന്നു, ഇവിടെ ഒരാ കൊടുക്ക തുറക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അവിടെ ഒന്ന് കാവലിരിക്കണം? അതൊന്നും വേണ്ട. ദാ ഈ മരുന്നൊന്ന് വേഗം വാങ്ങിച്ചോണ്ട് വാ. ഈ പാതിരാത്രിയിലോ? എവിടെ കിട്ടാനാ? കിട്ടുന്നിടത്തുനിന്ന്. എനിക്ക് പറ്റില്ല, മരുന്നില്ലാണ്ട് പറയാമെങ്കിൽ പറ്റാ മതി. ഈ മരുന്നില്ലാണ്ട് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. മനുഷ്യന്മാർക്ക് പറ്റുന്ന ഓരോ പറ്റ്. വല്ല 10,000-10,000 കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നു. പെരയും ബംഗ്ലാവ് ഉണ്ടാക്കാൻ നിന്നതാ. അങ്ങനെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നോ? ഒരു കാര്യം എനിക്ക് പിടികിട്ടി. വാക്കിലും നോക്കിലും മാത്രമേ ഉള്ളൂ ഈ മൊരപ്പത്തരം. പുറത്ത് കാണുന്ന പോലെ അല്ല ഉള്ളു, അത് പട്ടുപോലെയാ. രമണി എവിടെ കിടക്കുന്നത്? ഏത് രമണി? രാത്രി ഇവിടെ കൊണ്ടുവന്ന മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. ആ ലേബർ കേസ് അല്ലേ, അത് കഴിഞ്ഞു. പേടിക്കണ്ട, പ്രസവിച്ചു എന്നാ പറഞ്ഞേ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. മരുന്ന് വേണ്ടി വന്നില്ല. ഇത് എവിടുന്ന് കിട്ടി? കട തുറപ്പിച്ചു. അതിനൊക്കെ മിടുക്കനാണല്ലോ. പെൺകുട്ടിയാ? ആദ്യത്തെ മോളാ. ഞാൻ തുളസിയിലിട്ട് നോക്കി. രവിക്ക് ഉറപ്പായിരുന്നു പെൺകുട്ടിയാവുന്നു. കാണണ്ടേ? വേണ്ട. പിന്നെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാനങ്ങ് പോവും. കടയിൽ ആ ചെക്ക മാത്രമേ ഉള്ളൂ. കൊച്ചമ്മ എന്റെ കൂടെ പോരും. കൊച്ചമ്മയുടെ ജീവൻ കോഴിക്കൂട്ടില്ല. പിന്നെ കഞ്ഞിയും തുണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. വരണവരെ ഇവിടെ ഉണ്ടാവണം. ഞാനോ? പിന്നെ അല്ലാണ്ട് ആരാ ഉള്ളേ? അതും കൊള്ളാം. പറഞ്ഞില്ലേ നമ്മുടെ രവിയുടെ പെണ്ണ് പെറ്റ്. ഏത്? നമ്മുടെ ചത്തുപോയ രവിയുടെയാ? ആ അതിനിപ്പോ എന്താ, അത് പതിവുള്ളതല്ലേ? പതിവുള്ളൊക്കെ തന്നെ, പക്ഷെ മുഖച്ചായ ചന്ദ്രുവിന്റെയാ. ഒന്ന് പോടാ, വെറുതെ പുളു പഠിക്കാതെ. ഞാൻ കണ്ടില്ലേ, കുന്നിലെ അമ്മണി ചേച്ചി ശങ്കരേട്ടന്റെ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷമാ. ചന്ദ്രു അവിടെ കാവലാ. വെറുതെ അനാവശ്യം പറഞ്ഞു പറ്റരുത്. അവൻ ഈ നാട്ടിൽ വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. രവി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞെടുത്ത് കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ വിശ്വസിക്കണില്ല. ആ തള്ളി ഇത്തിരി കേമിയാണെങ്കിലും ആ പെണ്ണ് പഞ്ചപാവ. പാവങ്ങളല്ലേ കുഞ്ഞപ്പാ കല ഉടയ്ക്കുന്നേ. കുഞ്ഞപ്പേട്ടാ, കുറിപ്പണം. ഈ മാസത്തെ നടക്കൊന്ന് ശരിപ്പെടുത്തി തരാൻ മുതലാളിനോട് ഒന്ന് പറയണം കേട്ടോടാ. നേരിട്ട് പറഞ്ഞാ മതി. നീ ഇന്ന് വീട്ടിൽ പോകുമ്പോ ഞാൻ ഇന്ന് വരാൻ ഇത്തിരി വൈകുമെന്ന് പറഞ്ഞേക്കാം. ശരി. ഇവന്റെ ഈ പോക്കത്ര ശരിയല്ലല്ലോ. ഒരു ചായ. രാജമ്മോ. ഓ, ചന്ദ്ര ഇങ്ങോട്ട് വന്നോടി. കാലത്ത് വന്നു. മണലും കൊണ്ട് പോയിട്ടുണ്ടാവും. മണിക്കൂർ 3 ഞാൻ അവനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ പറ്റിക്കരുത് മനുഷ്യരെ. എന്തേ? അവിടുന്ന് പോന്നേ പിന്നെ അവനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 10 കാശും തന്നിട്ടില്ല. ഇങ്ങനെയായാലും എങ്ങനെയാ? നിങ്ങളുടെ മോള് പെറ്റിക്കിടക്കുന്നതിന് അങ്ങേർക്കെന്താ? ഇതിത്തിരി കടന്ന കൈ ആയിപ്പോയി. ഭാരം മുഴുവൻ താങ്ങാൻ അയാൾ നിങ്ങളുടെ ആരാ? അതിന് നിനക്കെന്താ അത്ര വലിയ കണ്ണുകടി? എല്ലാവരും പോലെ നീയും തുടങ്ങിയോ? എനിക്കൊരു കണ്ണുകടിയില്ല. പക്ഷേ ഇത്തിരി നേരം നെറിയും കാണിക്കണം. ആ മനുഷ്യൻ കാറ്റത്ത് വീണ കരിയില പോലാണെന്ന് വെച്ച് മുതലാക്കുന്നതിന് ഒരു അതിര് വേണം. നാട്ടുകാർ കേട്ടാ എന്ത് പറയും? എന്തു പറയാനടി? കൂടി വന്നാ പറയും ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നു. അത്രയല്ലുള്ളൂ. അത് ഞങ്ങളങ്ങ് സഹിച്ചടി. അല്ലേ അവളോട് ഒരു നേരും നെറി. ഞാനമ്മല്ലേ ആള്. കോലോത്തും കാവൽ ഉത്സവത്തിന് വന്ന ആനക്കാരൻ മാധവൻ ആനയും വേണ്ട പൂരവും വേണ്ട എന്ന് വെച്ച് കൂടെ കൂടിയതല്ലേ. മോളും ആ ചെക്കനെ സ്നേഹിച്ചു കൂടിയതല്ലേ. ആ വിദ്യകളൊന്നും ജാനമ്മയ്ക്കും മോക്കും ആരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. ഈ മനുഷ്യൻ അതിലൊന്നും വീഴുന്ന ആളല്ല. നീ ഒരു കൈ നോക്കിയോടി രാജമ്മേ. എനിക്ക് എന്തൊരു കൊതിയാന്നോ, ഒരാണിന്റെ പിന്നാലെ പുടവയും ചുറ്റി മുറുക്കി ചോപ്പിച്ച് കളിതമാശയും പറഞ്ഞ് ഉത്സവത്തിന് പോവാൻ. എന്നെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോവോ? വരും. ആ വഞ്ചിക്കാര മാപ്പിള വരില്ല. വന്നാലും അടിച്ചതിനകത്ത് കേറ്റൂല.
ദുഷ്ടൻ. നിങ്ങൾക്കതൊന്നും അറിയില്ല. പെണ്ണ് പഴിച്ചതിലേ കുറ്റമുള്ളൂ. പഴിപ്പിച്ചവന് ഒരു കുറ്റമില്ല. കൊല്ലണം എല്ലാറ്റിനെയും. ചിരിച്ചോ? അതല്ലേ കഴിയും എല്ലാവർക്കും. മാനവും ജീവിതവും പോയി, കുടുംബം തകർന്നു. എല്ലാരും ചിരിക്കായിരുന്നിട്ടും ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ ജീവിച്ചു. പിഴച്ചുണ്ടായതാണെങ്കിലും എന്റെ കുഞ്ഞിനെ ജീവനോടെ തന്നാ മതിയായിരുന്നു. അതും തന്നില്ല ദൈവം. വേണ്ട. നീ പോവാ? കൊള്ളാം, നന്നാവുന്നുണ്ട്. അരമണിക്കൂറായി കണ്ണാടി നോട്ടം തുടങ്ങിയിട്ട്. നീ പോടാ. ചേച്ചിയുടെ മനസ്സിൽ ഏതാണ്ടുണ്ട്. കുറച്ചു നാളായി ഞാൻ കാണുന്നു. പണ്ടെങ്ങുമില്ലാത്ത ഒരുക്കവും വർത്തമാനത്തിനൊരു മയവും. എന്താ കാര്യം? ഞാനേ കല്യാണം കഴിക്കാൻ പോവാ. ആരെ? ഒരു മോരിക്കുട്ടിയെ. വായിക്കണ്ട, നല്ല രസമുണ്ട്. ചായക്കാണോ? അയ്യോ, തീ കെടുത്തി. വേണമെങ്കിൽ ഇപ്പൊ ഇട്ട് തരാം. വേണ്ട, ഞാൻ അങ്ങാടി കുടിച്ചോളാം. കേറിയത് വേറൊരു കാര്യം പറയാനാ. നാളെ രമണീനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാ. വരത്തില്ലേ? വണ്ടിക്കാ? വണ്ടിക്ക് ഇത്തിരി പണിയുണ്ട്, ബസ്സിന്. അല്ലെങ്കിൽ ഞാനില്ല. വേണ്ട, ഞാൻ വന്നാ വരാണ്ടിരിക്കുക നല്ലത്. എങ്കിൽ എനിക്ക് പോകണ്ടല്ലോ വെച്ചിട്ടാ. ശല്യമായി. ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ തള്ളേനെ ഇഷ്ടാ? എന്താ അങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഇഷ്ടമൊന്നുമില്ല. രമണിയോട്? നീ എന്റെ വായിരിക്കണ നല്ല വാക്ക് കേൾക്കണം. അതിനാണ് ഈ വക ചോദ്യങ്ങളൊക്കെ. ചേച്ചി, മൂരിക്കുട്ടിയാണോ? മൂരിക്കുട്ടിയല്ല, പോത്ത്. കുഞ്ഞപ്പോ, ഓ ഒരു കാഴ്ച കണ്ട? കുഞ്ഞപ്പോ, ഇപ്പൊ കേട്ടതില് കഴമ്പുണ്ടോ ഇല്ലയോ? സംഗതി കോളാണ്. കറവേയും കുട്ടി അടക്കമാണല്ലോ കിട്ടിയത്. ഞാൻ പിടിച്ചോളാം. ചന്ദ്രേട്ടൻ വരണമെന്നില്ല. ആളുകൾ പറയുന്ന കേട്ടോ. ആളുകളെ പേടിച്ച് ജീവിക്കാനൊക്കോ? മോവാ, ഇവളിങ്ങനെയൊക്കെ പറയും. ഞാൻ വരാം, നിങ്ങൾ വിളിക്കോ. വരണുണ്ട്. നിന്റെ ബലത്തിലാ ഞാൻ പറഞ്ഞത്. കുഞ്ഞപ്പാ, എന്തോ ഒരു കാഴ്ച കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടോ? തിരിച്ചു ചോദിക്കണമെന്ന് മോഹമുള്ളവർ ഇപ്പൊ ചോദിക്കണം. രാത്രി പാത്രം മതിങ്ങി വന്നേക്കരുത്. പോയിക്കോട്ടെ. ആഹാ, രാജമ്മ ചേച്ചിയോ? ചേച്ചിയെ പിന്നെ കണ്ടേയില്ലല്ലോ ഇങ്ങോട്ട്. കടയിൽ ആള് വേണ്ടേ? ആഹാ, കുളി കഴിഞ്ഞ് സുന്ദരിയായി പൊട്ടൊക്കെ തൊട്ട് ഇരിക്കുകയാണ് എന്റെ മോള്. ഓ കരയല്ലേ എന്റെ പൊന്ന്, കരയല്ലേ. വല്യമ്മ ഒരു സാധനം തരാ എന്റെ മോക്ക്. കൈ നിറച്ച് കരിവള.
എന്തിനാ ചേച്ചി ഇതൊക്കെ? എന്റെ പൊന്നിനാ അല്ലേ, എന്റെ തങ്കക്കുടത്തിന്. ആ എപ്പൾ ഓ ആ ഇനി ഈ കൈ. ആ അങ്ങനെ. മൂപ്പര് വന്നില്ലേ? ആരാ? ചന്ദ്രേട്ടനോ? ഉം. വന്നു. മടുത്തിട്ടുണ്ടാവും ഞങ്ങളെ കൊണ്ട്. പാവം, നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ പറയണ എന്തിനാ? നിന്റെ അമ്മ പറയിപ്പിക്കണതാ. ഞാൻ എന്താണ് പറയിപ്പിക്കുന്നത്? ദേ തണ്ടും തടിയുള്ള ആണുങ്ങളെ കാണുമ്പോഴേ ചിലർക്ക് ഇരിക്ക പൊറുതിയില്ലെന്നറിയാം. ആ ആശയൊന്നും നടക്കില്ലടി. കൊച്ചമ്മേ, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. എന്റെ അറിയിച്ച് വന്നിരുന്ന നീ പിന്നെ ആരോടാടി പറഞ്ഞേ? കടവത്ത് വന്നു പോണ ആണുങ്ങളെ കണ്ണും കൈയും കാണിക്കണം. നീ അത്ര നേരുകാര്യൊന്നും ആവണ്ട. ദേ തള്ളേ, തോന്നിയാസം പറഞ്ഞ വയസ്സും പ്രായമൊന്നും ഞാൻ നോക്കില്ല. നീ എന്ത് ചെയ്യോടി? അമ്മയ്ക്കൊന്നും മിണ്ടായിരിക്കാവോ? എടി, എന്റെ കൊച്ചിന് എന്തിനാ അവളുടെ കയ്യിൽ കൊടുത്തത്? കൊല്ലുവിളി രാക്ഷസേ. അയ്യോ, എന്റെ കൊച്ചങ്ങ് തളർന്നു പോയി. ചേച്ചി, എന്തു പറ്റിയട മോനെ? പോട്ടട മോനെ. അയ്യോ കണ്ണ. മനുഷ്യന്മാരായ നന്ദി വേണം, നന്ദി. ചത്താലും ജനിച്ചാലും അവളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ തിരിഞ്ഞു നോക്കാൻ? ഓ, അവളില്ലെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് കൂരിയും പൊളിച്ചു പോയേനെ. അവൾ ആരാ മോളെന്നറിയാമോ? അറിയാം. മറ്റു പലരെക്കാളും ഭേദമാണ് അവള്. കേട്ടോടി, കീരിയും പാമ്പും പോലെ ഇരുന്നതാ. ഇപ്പൊ കണ്ട അങ്ങനെയാ മിടുക്കുള്ള പെൺകുട്ടിയോളൂ. അസത്ത് നാശം പിടിച്ചത് എന്റെ വൈറ്റ് ജനിച്ചുള്ളു. അവളുടെ ഒരു സോപ്പും പൗഡറും നാശിച്ചവള് വരട്ടെ കോട്ട്. അവൾ എന്നോടെ കളിക്കുന്നതല്ലേ അമ്പടി. ആ തള്ള എന്റെ അടുത്ത് വരാതിരിക്കില്ല. തുപ്പം ഞാൻ അവരുടെ മുഖത്ത് നോക്കി. കള്ളക്കരച്ചില്. നിന്റെ ആരാടി ചത്തേ? നീ എന്തിനാ വലിഞ്ഞവര് പോയതങ്ങോട്ട്? വേറെ ആരെയും കാണാനല്ല, ആരെയും വലവീശി പിടിക്കാനല്ല. ആ കുഞ്ഞുങ്ങളെ കണ്ട എന്റെ മനസ്സലിഞ്ഞു പോ. നിന്റെ പഴയ സ്വഭാവം നല്ലത്. ഈ കണ്ണീരും കൈയൊന്നും നിനക്ക് ചേർച്ചയല്ല. എല്ലാം മാറ്റിയെടുക്കല്ലേ ആര്? ഇയാള്. ഞാനോ? ഞാനൊരു പെണ്ണാ. ഒരാണിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ, തല്ലുകൊള്ളാൻ, വെച്ചു വിളമ്പാൻ. തിരിച്ചു പോകുമ്പോ എന്നെയും കൊണ്ടുപോവോ? പഴയ സൂക്കേട് വീണ്ടും തുടങ്ങിയോ? പ്രേമം. എനിക്ക് പ്രേമം ഒന്ന് കേൾക്കുന്നതേ കലിയ. എന്നോടും? നീ ആരാ? ശീലാവതിയോ?